36 ദിവസക്കാലം നീണ്ടുനിന്ന നവകേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് അവസാനിച്ചിരിക്കുകയാണ്. ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ യാത്ര എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു വാക്ക് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്, കർത്തവ്യമുണ്ട്, ബാധ്യതയുണ്ട്. കണ്ണാടിയിൽ പോയി അങ്ങയുടെ മുഖമൊന്ന് നോക്കണം. അങ്ങയുടെ മുഖം എത്ര വികൃതമായിരിക്കുന്നു ഈ യാത്രയിലൂടെ എന്ന് അങ്ങ് മനസ്സിലാക്കണം. പക്ഷെ അങ്ങതൊരിക്കലും സമ്മതിക്കില്ല. കണ്ണാടി കാണുമ്പോളവും തന്നോട് മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാരും കണ്ണാടി നോക്കിയിട്ട് പറയും ഞാൻ സുന്ദരനാണ്. അങ്ങയുടെ മുഖം വളരെ വികൃതമായിരിക്കുന്നു. അങ്ങയുടെ മുഖച്ഛായ മുഴുവൻ തകർന്നിരിക്കുന്നു, പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ യാത്ര ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ ഒരു അന്ത്യയാത്രയായി അങ്ങ് മാറ്റിയെടുത്തു. ആലോചിക്കണം, കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ യാത്ര കാസർഗോഡ് ജില്ല പൂർത്തിയാക്കുന്നവരെ ഒരു കരിയില പോലും അനങ്ങാതെ കൊണ്ടുപോകാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങയെ സഹായിച്ചില്ലേ? ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ യാത്രയുമായി ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമില്ല. കാരണം ഈ യാത്ര അങ്ങയുടെ കഴിവുകേട് മറച്ചുവെക്കാനാണ്, അങ്ങയുടെ പിടിപ്പുകേട് മറച്ചുവെക്കാനാണ്, അങ്ങയുടെ അഴിമതികൾ മറച്ചുവെക്കാനാണ്. ഈ സംസ്ഥാനത്തെ കൊടും ദാരിദ്ര്യത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾ അറിയാതിരിക്കാൻ, കേന്ദ്രത്തെ പഠിക്കാൻ, കോൺഗ്രസ് കേന്ദ്രത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ, ഒരു പാർലമെന്റ് ഇലക്ഷൻ വിളിപ്പാട് അകലെ നിൽക്കുമ്പോൾ കേരളത്തിലെ UDF എംപിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് അങ്ങ് വിലപിച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചത്. അങ്ങയുടെ പ്രസംഗം കാസർഗോഡ് മുതൽ വട്ടിയൂർക്കാവ് വരെ അങ്ങ് പരിശോധിച്ചു നോക്ക്. ഒരു ഗ്രാമഫോൺ റെക്കോർഡ് വെട്ടിൽ ചെന്ന് വീണാൽ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അങ്ങയുടെ പ്രസംഗം. ആവർത്തന വിരസമായ പ്രസംഗം, ഒരേ കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന 140 അസംബ്ലി മണ്ഡലങ്ങൾ അങ്ങ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കേന്ദ്രവിരുദ്ധ പല്ലവി, കേന്ദ്രം സഹായിക്കുന്നില്ല, കോൺഗ്രസ് അവരോടൊപ്പം നിൽക്കുന്നു, കേരളത്തിലെ എംപിമാർ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്നില്ല. അതിനിപ്പോ കേരളത്തിലെ എംപിമാർക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എത്ര കാലമായി അങ്ങ് ഈ കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ കയറി ഇറങ്ങി നിരങ്ങിയിട്ട് അത് അനുവാദം കിട്ടിയോ അങ്ങ് വിചാരിച്ചിട്ട്? മാത്രമല്ല, എത്രയെത്ര ആളുകളെയാണ് അങ്ങ് വരിയാതമാക്കിയത്, എത്ര കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയത്. അപ്പോ കേന്ദ്രത്തെ പഴിക്കാൻ ഇപ്പൊ അങ്ങ് ഇറങ്ങി തിരിച്ചത് ഈ പാർലമെന്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിന് നിർമ്മല സീതാരാമൻ മറുപടി പറയുന്നു, നിങ്ങൾ തമ്മിൽ തീർത്തോണം. പക്ഷെ കാസർഗോഡ് ജില്ല അവസാനിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 2 മണ്ഡലമായ പയ്യന്നൂർ കല്യാശ്ശേരിയിൽ വന്നപ്പോഴാണ് ആദ്യമായി കരുതൽ തടങ്കലിലേക്ക് യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടുപോയത്. പയ്യന്നൂർ കല്യാശ്ശേരിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 60,000 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമമായ കല്യാശ്ശേരിയിൽ എന്തിനാണ് അങ്ങ് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്? എന്ത് പ്രയോജനമാണ്? അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർ എന്ത് ചെയ്യുമെന്നാ പറയുന്ന അങ്ങേ? RSSകാർ ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചും പിരിച്ചു നടന്ന അങ്ങയെ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസുകാർ ഈ പാർട്ടി ഗ്രാമത്തിൽ? അവിടെ അങ്ങ് ഏതാനും പ്രവർത്തകരെ പിടിച്ച് തടങ്കൽ പാളയത്തിൽ അല്ലെങ്കിൽ കരുതൽ തടങ്കൽ വെച്ചപ്പോഴല്ലേ, അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടല്ലേ യൂത്ത് കോൺഗ്രസുകാർ സമരം ചെയ്ത്? അവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് അങ്ങക്കെതിരെ ആദ്യമായി കരിങ്കൊടി ഉയർന്നത്. കരിങ്കൊടി പിടിക്കാൻ കേരളത്തിലെ യുവജനതയെ പഠിപ്പിച്ചത് ആരാണ്? അങ്ങയ്ക്കറിയാം, അങ്ങ് തന്നെയാണ്. മന്ത്രിമാര് വഴി തടയുന്ന സമരം കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? DYFI അല്ലേ? SFIക്കാരല്ലേ? അങ്ങല്ലേ അവരുടെ കാരണഭൂതൻ? ഇതെല്ലാം അവരെ പഠിപ്പിച്ചെടുത്തു. മന്ത്രിമാരെ തടയുക, കരിങ്കൊടി കാണിക്കുക, അവരുടെ ദേഹത്ത് കരിയോയിലൊഴിക്കുക, ഇതൊക്കെ ആയിരുന്നില്ലേ അങ്ങയുടെ യുവതലമുറയെ പഠിപ്പിച്ചെടുത്തത്? അപ്പോ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തൊരു വിദ്യ അങ്ങയുടെ അനുയായികൾക്കല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കാൻ അവകാശമില്ലെന്നാണോ അങ്ങ് പറയുന്നത്? അതിന്റെ കോപ്പിറൈറ്റ് അങ്ങയ്ക്ക് മാത്രമാണോ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? കേരളം ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്ഥാനമല്ലേ? കരിങ്കൊടി കാണിക്കുക, കറുത്ത ബ്രേസിയർ കണ്ടാൽ ഉടനെ അലർജി വരിക. ശബരിമല സീസണാണ്, അയ്യപ്പന്മാർ കറുത്ത കൈലിയും കറുത്ത വസ്ത്രം കൊടുത്തല്ലേ പോകുന്നത്. ഈ കറുപ്പിനോട് അങ്ങേക്ക് എന്താണ് ഇത്രയും വലിയ ഒരു അലർജി?
ചുവപ്പ് കണ്ട കാളയെ പോലെ അല്ലെങ്കിൽ പോത്തിനെ പോലെ അങ്ങ് എന്തിനാണ് ഈ കറുത്ത തുണി കാണുമ്പോൾ ഇത്രയും വിരളേണ്ട കാര്യം? ഈ വാഹനത്തിന്റെ പുറകിൽ എത്ര വാഹനങ്ങളാണ് അകമ്പടി? ആദ്യം അങ്ങ് പറഞ്ഞു 1.25 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ആഡംബര വാഹനം, ഈ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ആഡംബര വാഹനം, ഈ വാഹനം 21 മന്ത്രിമാർ അവരുടെ സ്റ്റേറ്റ് കാർ ഉപേക്ഷിച്ചു. ആ സ്റ്റേറ്റ് കാർ ഓടിയിരുന്നെങ്കിലോ, അവരുടെ പൈലറ്റ് ഓടിയിരുന്നെങ്കിലോ, അവിടെ എസ്കോർട്ട് ഓടിയിരുന്നെങ്കിലോ? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ ചാനലുകൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഈ എല്ലാ കാറുകളും സ്റ്റേറ്റ് ബോർഡ് എടുത്തു വെച്ച് ഈ വാഹനത്തെ അനുധാവനം ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ കണ്ടു. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ പോലും ഇല്ലാത്ത സെക്യൂരിറ്റി കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി. ഇതൊക്കെ ഒരു ആഡംബരമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങയുടെ ഹെലികോപ്റ്റർ യാത്ര, അങ്ങയുടെ വീടിന്റെ ആഡംബര നിർമ്മാണങ്ങൾ, അവിടെ സ്വിമ്മിംഗ് പൂള് കെട്ടിയത്, അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ അവിടുത്തെ പശുവിന്റെ തൊഴുത്ത് കെട്ടിയത്, എന്തെല്ലാം ആർഭാടങ്ങളാണ് ഈ പണമില്ലാത്ത സമയത്ത്, നമ്മളെ തെണ്ടി നടക്കുന്ന സമയത്ത് അങ്ങ് ചെയ്തത്. ആലോചിക്കണം. ഈ യാത്ര കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങ് എന്ത് നേടിക്കൊടുത്തു? കുറെ ചോര കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണു. 4 or 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരു കരിങ്കൊടി പ്രതിഷേധം കാണിച്ചാൽ ആ പ്രതിഷേധം കാണിക്കുന്നവർ അവിടെ വഴിക്ക് പൊക്കോട്ടെ, അവർ കാണിച്ചോട്ടെ. അതല്ലേ ഒരു അധ്വാനിക്കുന്ന വർഗത്തിന്റെ തൊഴിലാളി നേതാവായ അങ്ങ് സ്വീകരിക്കേണ്ട ഒരു നിലപാട്? ആ നിലപാടാണോ അങ്ങ് കല്യാശ്ശേരിയിൽ സ്വീകരിച്ചത്? ആ കല്യാശ്ശേരിയിൽ അങ്ങയുടെ വാഹനത്തിന് മുമ്പിൽ ചാടി വീണാൻ പോകുന്ന, അല്ലെങ്കിൽ ചാടി വീണു എന്ന് അങ്ങ് പ്രചരിപ്പിക്കുന്ന ആ 5 പ്രവർത്തകരെ ജീവൻ രക്ഷാ പ്രവർത്തനം ഡിവൈഎഫ്ഐക്കാർ നടത്തിയെന്നും അവരിനിയും അത് നടത്തണമെന്നും അങ്ങ് പറഞ്ഞു. കലാപത്തിന് ആഹ്വാനം കൊടുത്ത മുഖ്യമന്ത്രി അങ്ങാണ്. അങ്ങാണ് ഈ കേരളത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിറക്കിയത്. അവിടെ ചെടിച്ചുറ്റി കൊണ്ട് അടിക്കുന്നത്, ഹെൽമറ്റ് കൊണ്ട് തലതല്ലി പൊളിക്കുന്നത്, ഇരുമ്പ് വടി കൊണ്ട് തലതല്ലി പൊളിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എത്ര ആവർത്തി കണ്ടു. എന്നിട്ടും മുഖ്യമന്ത്രി കസേരയിരിക്കുന്ന അങ്ങ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ഈ ജീവൻ രക്ഷാ പ്രവർത്തനം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്ന് അങ്ങ് ധരിക്കരുത്. അവരൊക്കെ നല്ല പ്രതികരണശേഷിയുള്ളവരാണ്. പക്ഷെ നിങ്ങളെ ഭയന്നിട്ടാണ് അവരൊറ്റ അക്ഷരം പോലും മിണ്ടാത്തത്. ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇറ്റലിയിൽ മുസോളിനി, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ, ഇന്ത്യയിൽ നരേന്ദ്രമോദി, കേരളത്തിൽ പിണറായി വിജയൻ. ഇതെല്ലാം ഒരേ നാണയത്തിന്റെ വശങ്ങൾ തന്നെയാണ്. ഇവരുടെ എല്ലാം പ്രവൃത്തി അസഹിഷ്ണുതയുടെ പ്രവൃത്തിയാണ്. ആര് തങ്ങളെ വിമർശിക്കുന്നോ അവരെ ഉന്മൂലനം ചെയ്യുക, അത് സ്വേച്ഛാധിപത്യത്തിന്റെ മുഖമുദ്രയാണ്. അങ്ങൊരു സ്വേച്ഛാധിപതിയാണെന്ന് ഈ യാത്ര കൊണ്ട് അങ്ങ് കേരളത്തിലെ ജനങ്ങളെ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി ഒരുപക്ഷെ കുറെ കാലം കൂടി അധികാരം അങ്ങയുടെ കയ്യിലിരുന്നാൽ ഒരുപക്ഷെ അങ്ങ് സ്റ്റാലിനെ കടത്തിവെട്ടി പിന്നെ ഇഡി അമീനോ വല്ലോ ആയി മാറിക്കഴിഞ്ഞാൽ. പണ്ട് ഒരു സിനിമാ ഗാനം ഉണ്ടായിരുന്നു, കനകസിംഹാസനത്തിൽ കയറി ഇരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ. ആ പാട്ടിന് ഇന്നും പ്രസക്തിയുണ്ട്. പക്ഷെ ശുനകനോ അതോ ശുംഭനോ എന്നല്ല, ശുനകന്മാരോ അതോ ശുംഭന്മാരോ ഈ കനകസിംഹാസനത്തിൽ, അതായത് ഈ ആഡംബര വാഹനത്തിൽ കയറിയിരുന്നവർ അങ്ങനെയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, അവരുടെ പ്രവൃത്തി കൊണ്ട് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? സ്തുതിപാഠകന്മാരെ കൊണ്ട് കേരളത്തിലെ ക്യാബിനറ്റ് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ചിലരൊക്കെ പറയുന്നു കേരളം കാത്തുവെച്ച കനിയാണ്, നിധിയാണ്. എന്തോ ഒരു നിധി, എന്തെല്ലാമാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയെ അധികാരമുള്ളടുത്ത് ആ അധികാരത്തിൽ ഇരിക്കുന്നവരെ വാഴ്ത്തുന്നു. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ ആ കൊച്ചുകുട്ടിയുടെ ധൈര്യം ഈ 21-ൽ ഒരു മന്ത്രിക്കുണ്ടായോ? മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം അവർ കാണിച്ചു. കഴിഞ്ഞ 36 ദിവസം കേരളത്തിലെ തെരുവോരങ്ങളിൽ എന്തൊക്കെ പ്രവൃത്തിയായി ചെയ്തത് ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ. സെക്യൂരിറ്റിയിൽപ്പെട്ട 2 അവന്മാരാരാന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കോടതി കേസെടുത്തിട്ടുണ്ട്. അവനെയൊന്നും നമ്മൾ വെറുതെ വിടത്തില്ല. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നവൻ, നിയമം കയ്യിലെടുക്കുന്നവൻ, അവൻ ആഭ്യന്തരമന്ത്രി ആയാലും അവൻ DGP ആയാലും ഇന്ത്യയിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, തുല്യന്മാരാണ്. അല്ലാതെ നിയമത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി, തമിഴ്നാട്ടിൽ ഏതാനും മന്ത്രിമാർ ജയിലിൽ പോയില്ലേ? ഇവിടുത്തെ പല DGPമാർ, IG മാർ ജയിലിൽ കിടന്നിട്ടില്ലേ?
അപ്പൊ വർഷം എത്ര കഴിഞ്ഞാലും കേസ് കേസാണ്, വിധി വിധിയാണ്, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും അക്രമത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ തെരുവിലിട്ട് വേട്ട പട്ടികളെ പോലെ വേട്ടയാടിയപ്പോൾ, നരനായാട്ട് നടത്തിയപ്പോൾ, ആ നരനായാട്ടിനെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ശ്രീ പിണറായി വിജയൻ ന്യായീകരിച്ചപ്പോൾ